നമസ്കാരം ഫ്രണ്ട്സ്, ഒരു കഥ പറയാം. ഇത് മുഴുവൻ കേട്ടാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം മാറിമറിഞ്ഞേക്കാം. ഈ കഥയിലെ ഹീറോ ജനിച്ചത് കാനഡയിലാണ്. 1960കളിലാണ് അവൻ ജനിച്ചത്. അവൻ്റെ അമ്മ ഒരു നിത്യരോഗിയായിരുന്നു. അവൻ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു എപ്പോഴും. അവൻ അവരെ സന്തോഷിപ്പിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ അപ്പൻ ഒരു അക്കൗണ്ടൻ്റായി ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു സംഗീതജ്ഞനാകണം എന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ അത് സാധിച്ചില്ല. എല്ലാം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അപ്പൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അദ്ദേഹം പുതിയ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നു. മാസങ്ങൾ കടന്നുപോയി. വീട് നഷ്ടപ്പെട്ടു. ജീവിതം ഒരു വാനിലായി. അങ്ങനെ അവന് 15ാമത്തെ വയസ്സിൽ പഠിത്തം നിർത്തി സ്റ്റീൽ മില്ലിൽ ജോലിക്ക് പോകേണ്ടി വന്നു. അവൻ്റെ മുന്നിൽ അവൻ്റെ മൊത്തം ഭാവിയും ഉണ്ടായിരുന്നു. അവന് മനസ്സിലായി അവൻ ഒരു പ്രതീക്ഷകളുമില്ലാത്ത ഒരു സ്റ്റീൽ മിൽ വർക്കറായി തീർന്നുവെന്ന്. എന്നാൽ അവൻ അപ്പൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ പാഠം പഠിച്ചിരുന്നു. അദ്ദേഹം കുടുംബത്തിന് വേണ്ടി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ബലികഴിച്ചു. ഒരു സേഫായ ജോലി തിരഞ്ഞെടുത്തു. തോൽവിയും ജയവും എന്ത് ചെയ്താലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടൊരു ചാൻസ് എടുത്തുകൂടാ? നമുക്കും ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. അഥവാ പരാജയപ്പെട്ടാലും നമുക്കിഷ്ടപ്പെട്ട കാര്യമാണല്ലോ ചെയ്യുന്നേ എന്നെങ്കിലും കരുതി സമാധാനിക്കാൻ പറ്റും. അവന് ആളുകളെ ചിരിപ്പിക്കുകയായിരുന്നു ഏറ്റവും ഇഷ്ടം. അവൻ അതുതന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ ഒരു ഹാസ്യ നടനാകാൻ തീരുമാനിച്ചു. 16 വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പൻ അവനെ ഫസ്റ്റ് പെർഫോമൻസ് ചെയ്യാൻ കൊണ്ടുപോയി. അന്ന് അത് വലിയൊരു ഫെയിലിയർ ആയിരുന്നു. ആരും ചിരിച്ചില്ല. പക്ഷേ അവൻ തോറ്റുകൊടുത്തില്ല. കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവൻ്റെ പെർഫോമൻസ് ബെറ്ററായി തുടങ്ങി. അടുത്ത പ്രാവശ്യം അവൻ പെർഫോം ചെയ്തപ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അതവന് വലിയ പ്രചോദനമായി. അന്ന് അവൻ തീരുമാനിച്ചു, എനിക്കൊരു വലിയ ആക്ടറാകണം. അധികം താമസിയാതെ അവൻ അമേരിക്കയിലേക്ക് വലിയ പ്രതീക്ഷകളുമായി താമസം മാറി. മാസങ്ങൾ കടന്നുപോയി. പല ഓഡിഷൻ കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല. അവസരം എവിടെയും കിട്ടിയില്ല. എന്നാലും അവൻ തളർന്നില്ല. എന്നും രാത്രിയിൽ അവൻ ഇമാജിൻ ചെയ്യുമായിരുന്നു ഹോളിവുഡ് സൈൻ ബോർഡ്. വലിയ ഡയറക്ടർമാർ അവനെ വിളിക്കുന്നു, കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു. ഒരു ദിവസം അവൻ 5 വർഷം കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് ഇട്ട് ഒരു ചെക്ക് അവൻ്റെ പേരിൽ എഴുതി. അതിലെ എമൗണ്ട് $10 ലക്ഷം ആയിരുന്നു. അവൻ യൂണിവേഴ്സിനോട് അവന് വേണ്ടത് ചോദിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യൂണിവേഴ്സ് അതവന് കൊടുത്തു. അവനൊരു പടത്തിൽ അഭിനയിച്ചു. ആ പടത്തിൻ്റെ പേരായിരുന്നു ഡം ആൻഡ് ഡംബർ. അത് ലോകം മുഴുവൻ വൻ വിജയമായി. ആ സിനിമയ്ക്ക് അവന് കിട്ടിയ എമൗണ്ടായിരുന്നു $10 ലക്ഷം. ആ ചെറിയ പയ്യൻ, കാനഡയിൽ നിന്ന് വന്ന ആ വലിയ നടനാണ് മിസ്റ്റർ ജിം ക്യാരി. അവൻ ഒന്നുമില്ലാത്തവനായിരുന്നു. ഫാക്ടറി വർക്കറായിരുന്നു. എന്നാൽ അവൻ്റെ ചിന്തകൾ വളരെ വലുതായിരുന്നു. അതിനുവേണ്ടി അവൻ ഹാർഡ് വർക്ക് ചെയ്തു. അവൻ ആഗ്രഹിച്ചതെല്ലാം നേടി. നമുക്കും ഇതുപോലെ ഉറച്ച തീരുമാനമുള്ളവരാകാം. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാവുമെന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ.